ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് 23-ാം തീയതിയാണ്. ഇന്ന് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഞാൻ ആക്ച്വലി ട്രേഡ്സ് ഒന്നും എടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ക്യാപിറ്റൽ വരുമ്പം ട്രേഡ് എടുക്കാൻ വേണ്ടി ഞാൻ ഡെയിലി ചാർട്ട് അനലൈസ് ചെയ്യാറുണ്ട്. സോ അത് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഇന്ന് രാവിലെ ആയിട്ട് ചാർട്ടിൽ കുറച്ച് ഡ്രോയിങ്സ് വരച്ചിട്ടിരുന്നു, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചിട്ടിരുന്നു. സോ വരച്ചതൊന്നും വർക്കായിട്ടില്ല എന്ന് മാത്രമല്ല, എനിക്ക് നല്ലൊരു എൻട്രി ലെവൽ എൻ്റെ പ്ലാൻ അനുസരിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഞാൻ ജസ്റ്റ് ഒന്നത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മാർക്കറ്റ് ഓപ്പൺ ആയി, ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ആയി താഴേക്ക് വന്ന് ഇവിടെ കുറച്ചു നേരം ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് നിന്നപ്പോൾ ഞാൻ വരച്ചാണ് ഈ രണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഈ റോസ് കളറിലുള്ളത്. പക്ഷേ ഇവിടുന്ന് ഞാൻ മേലോട്ട് കയറി പോകുമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇവിടെ ഈ ബൈയിങ് ലെവലിൽ നിന്ന് കണ്ടോ, ഇവിടുന്ന് ഒരു പുട്ട് ബൈ ചെയ്യാനുള്ള പ്ലാൻ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരും എന്ന് കരുതി. ബട്ട് മാർക്കറ്റ് അതിന് നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. മാർക്കറ്റ് ഇവിടുന്ന് നേരെ ഒരു 9:42 ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ആയ ശേഷം മാർക്കറ്റ് അത്യാവശ്യം താഴേക്ക് വന്നു. പിന്നീട് വീണ്ടും അതേ ബൈയിങ് ലെവലിലേക്ക് വന്നിരുന്നു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് എൻട്രി കിട്ടിയില്ല. അതായത് ഈ ബൈയിങ് ലെവലിന് അങ്ങോട്ട് ഞാൻ ഉദ്ദേശിച്ച എനിക്കൊരു എൻട്രി കിട്ടിയില്ല. അതിന് തൊട്ട് താഴെയായിട്ട് മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് വന്നു. സോ ഇവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മേലോട്ട് കയറിപ്പോയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഒരു കോൾ ബൈ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ഗ്രീൻ ലൈൻ വരച്ചിട്ടിരിക്കുന്നത്. കണ്ടോ, ഈ ഗ്രീൻ ലൈൻ അതുകൊണ്ട് വരച്ചിട്ടാണ്. പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് പോയ ശേഷം വീണ്ടും മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്നിരുന്നില്ല. മാർക്കറ്റ് പിന്നീട് ഇവിടുന്ന് ഒരു ട്രയാങ്കിൾ പാറ്റേണിലാണ് മാർക്കറ്റ് റാലി ആയത്. ആൻഡ് ഇൻ ദി എൻഡ് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടുന്ന് ഒരു എൻട്രി എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത് ആക്ച്വലി ഇന്ന് എനിക്കൊരു എൻട്രി ലെവലും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ട്രേഡ് എടുക്കാറുള്ളത് ക്യാൻഡിൽസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ലിക്വിഡിറ്റി കൺസെപ്റ്റും ഞാൻ ചെറുതായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ചെറുതായിട്ട് ഡ്രോ ചെയ്തിരുന്ന സപ്പോർട്ട് ആൻഡ് ലെവൽസിൽ ക്രിയേറ്റ് ആവുന്ന ക്യാൻഡിൽസ് നോക്കിയിട്ടാണ് ഞാൻ കൂടുതൽ ട്രേഡ് എടുക്കാറ്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് ലിക്വിഡിറ്റി കൺസെപ്റ്റും ഞാൻ ഫോക്കസ് ചെയ്യാറുണ്ട്. സോ മാർക്കറ്റിലുള്ളത് എപ്പോഴും വലിയ വലിയ ആളുകളാണ്. സോ അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരനെ പോലുള്ളവർ എവിടുന്ന് ബൈ ചെയ്യുന്നു, എവിടുന്ന് സെല് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവർക്കറിയാം. സോ അതുകൊണ്ട് ലിക്വിഡിറ്റിയാണ് കൂടുതലും വർക്കാവുന്നൊരു സ്ട്രാറ്റജി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് വന്നിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. നമ്മുടെ ക്യാപിറ്റൽ കളയാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് മാനേജ് ചെയ്യാൻ അറിയാതെ, നമുക്ക് എവിടെ നിർത്തണം എവിടെ തുടങ്ങണമെന്നറിയാതെ എത്ര സ്ട്രാറ്റജി പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ്. ഓക്കെ, നിങ്ങൾ നല്ലൊരു ട്രേഡർ ആണ് എന്നതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ എത്ര നാൾ നിങ്ങളുടെ ക്യാപിറ്റൽ, ഇപ്പോൾ ഒരു 10,000 രൂപ അല്ല ഒരു 30,000 രൂപയാണെന്ന് കരുതുക. ഈ 30,000 രൂപ നിങ്ങൾക്ക് എത്ര നാൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ അക്കൗണ്ടിൽ. മാർക്കറ്റിലേക്ക് ക്യാപിറ്റലായി വരുന്നവർക്ക് എപ്പോഴും ആ ക്യാപിറ്റൽ 1-2 മാസം കണ്ടിന്യൂസ്ലി നിലനിർത്താൻ പറ്റില്ല. നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്കൊരു 6-7 മാസം അങ്ങനെ നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഏറെക്കുറെ ഒരു നല്ല ട്രേഡർ ആണ് എന്നാണ് അർത്ഥം. സോ അതുകൊണ്ട് മാക്സിമം എപ്പോഴും ക്യാപിറ്റൽ നമ്മൾ സംരക്ഷിക്കുക. അതിനനുസരിച്ച് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോയും നമ്മുടെ ട്രേഡിങ്ങിൻ്റെ എണ്ണവും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക.